വെക്കാത്ത അടുപ്പിൽ പൂച്ച പെറ്റുകിടക്കുന്ന ആ പൂച്ചയൊക്കെ തല്ലി ഒഴിച്ച് വണ്ടി ഒരുവിധം മുമ്പിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഓരോരുത്തർ വന്നിട്ട് എനിക്ക് സ്പീഡില്ല, മറ്റേതില്ല, മറിച്ചതില്ല. ഡീസലില്ലാത്ത വണ്ടി എങ്ങനെ സ്പീഡിൽ ഓടിക്കും? അഥവാ എവിടുന്നെങ്കിലും ഒരിത്തിരി വായ്പ എടുത്ത് ഡീസൽ അടിക്കാൻ വിചാരിച്ചാൽ എൻ്റെ കൂടെയുള്ളവർ തന്നെ മുമ്പിൽ നിന്നും പിന്നിൽ നിന്നും കുത്തലോട് കുത്തലാണ്. ഇപ്പതേ കേരളത്തിലെ കുറച്ച് മിമിക്രി പിള്ളേർ ഒരു നാടകമൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അവരും കയറുന്നത് എൻ്റെ മെക്കിട്ടാണ്. ഗൾഫ് മലയാളികളായ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ വണ്ടി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, രാഷ്ട്രീയ നാടകമാണ് അടുത്തതായിട്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉയർത്തി കാണിക്കുവാനോ താഴ്ത്തിക്കെട്ടുവാനോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഹാസ്യത്തിന് വേണ്ടി മാത്രം അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നാടകം. പ്രിയ സമ്മതിദായകരെ, കായംകുളം KSCB തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു ഹെവി വോൾട്ടേജ് നാടകം പാർട്ടി ചിത്ര താഴ്. മണിച്ചിത്രത്താഴ് എന്ന മലയാള സിനിമയെ ആസ്പദമാക്കി കേരളത്തിലെ രാഷ്ട്രീയാചാര്യന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ഭീകര നാടകം. നിങ്ങളേവരുടെയും സമ്മതിദാനാവകാശം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു പാർട്ടി ചിത്രത്താഴ്. അൻ്റപ്പ, ഇവിടെ ആരുമില്ലേ? നിയമസഭയിൽ ഒരു മനുഷ്യൻ്റെ അനക്കം പോലുമില്ല, വെട്ടവുമില്ല, വെളിച്ചവുമില്ല. എങ്ങനെ ഉണ്ടാവന? ഓർക്കറ്റല്ലേ? അൻ്റപ്പ ഇറങ്ങി വരാനാ പറഞ്ഞത്. 6 മാസ സമയം ഞാൻ തന്നു. ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. ഇറങ്ങി വരാൻ. അയ്യോ, വേണ്ട വേണ്ട, എന്നെ പേടിപ്പിക്കണ്ട. അടുക്കൂടാതെ. ഞാൻ മോശക്കാരനിക്ക് മോശക്കാരൻ, നല്ലവനിക്ക് നല്ലവൻ. എന്നോട് കളിക്കരുത്. ഞാൻ ഒരു തടവ് சொன்னால் അത് 100 തടവ് சொன்ன മാതിരി. എന്റെ ദൈവമേ, എന്റെ മോൾ പപ്പിക്കുട്ടിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? ഞാൻ ആ തെക്കിനിയിലുള്ള KTDCയുടെ വാതിൽ തുറന്നപ്പോൾ പറയൂ, പാമ്പാണോ? അല്ല, ഒരു ചിലങ്കയുടെ കിലുക്കം. എന്റെ ഗുരുവായൂരപ്പ, ആരെങ്കിലും ആ ഭാഗത്തേക്ക് പോകൂ. വർഷങ്ങളായി വ്യാജരേഖകൾ വെച്ച് പൂട്ടിയിരിക്കുന്ന മുറിയാണത്. ഈയിടയ്ക്ക് ഒരുത്തി അതിൻ്റെ ഉള്ളിൽ കയറി. നമ്മുടെ ശോഭന, അവൾക്കിപ്പോൾ വ്യാജരേഖ ബാധ കൂടിയിരിക്കുകയാണ്. രക്ഷപ്പെടാൻ അവൾ ബോധം കെട്ടിവരെ നോക്കി, പക്ഷെ നടന്നില്ല. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ അച്ഛാ? ചെയ്തു, പക്ഷെ ലോകത്തൊരു സ്ത്രീയോടും ഇത്ര ക്രൂരത കാട്ടാൻ പാടില്ല. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? നാളെ നിനക്കും ഇങ്ങനൊരു അവസ്ഥ വന്നുകൂടായികയില്ല. ഓ ശരിയാ, അച്ഛൻ്റെ അല്ലേ മോള്? അതെ, അതുകൊണ്ടാണല്ലോ നിനക്ക് KTDCയും നിന്റെ ചേട്ടന്റെ KPCCയും തന്നത്. പക്ഷേ ചേട്ടൻ എല്ലാ കാര്യത്തിലും എനിക്കെതിരെ കുറ്റം ആരോപിക്കുകയാണല്ലോ. അങ്ങനെ തന്നെ വേണം. അവൻ നിന്നെ എതിർക്കണം, നീ അവനെ എതിർക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ എതിർക്കണം. അങ്ങനെ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. എങ്കിലേ ഒരു കാലത്ത് ജനങ്ങൾ നിങ്ങളെ അംഗീകരിക്കൂ. പക്ഷേ ഈയിടെ നിന്റെ ചേട്ടൻ ഇത്തിരി ഓവറാകുന്നില്ലേ എന്നൊരു സംശയം. അച്ഛന് ഒരു വിഷമേ ഉള്ളൂ. എന്താച്ചാ? എൻ്റെ 2 മക്കളുടെ കാലം കഴിഞ്ഞാൽ എന്നെ ആര് നോക്കും? അയ്യോ, ആരാത്? എടോ, ഇത് ഞാനാടോ. ഗുരുവായൂരപ്പ, താനായിരുന്നോ? മനുഷ്യരെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരു ചിരിക്കുറുക്ക നടക്കുന്നു. എടോ, തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, അസമയത്ത് ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടക്കരുതെന്ന്. പോരാത്തതിന് ഇന്ന് ഏപ്രിൽ 1 ചാരായം നിർത്തിയ ദിവസം. ചാരായം കിട്ടാതെ മരിച്ചവരുടെയും കരണ്ട് ബില്ല് കണ്ടു പേടിച്ചു മരിച്ചവരുടെയും ആത്മാക്കൾ ഇറങ്ങി നടക്കുന്ന ദിവസമാണ് കേട്ടാ. അതിന് കാരണക്കാരൻ വേറെ ആരുമല്ല, അകത്ത് മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ബാധയാണ്. അതെ അങ്കിൾ, മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ബാധയെ എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കണം. ഈയിടെയായി KTDCയിലും KPCCയിലും ആ ബാധയുടെ ശല്യം കൂടിയിട്ടുണ്ട്.
അതാണോ പപ്പിക്കുട്ടിക്ക് ഇത്ര വിഷമം? അതൊന്നുമല്ല അങ്കിൾ, പിന്നെ എനിക്കൊരു മന്ത്രിയാവണം. അതിനൊരുപാട് കടമ്പകളുണ്ട് കേട്ടാ. തെരഞ്ഞെടുപ്പിൽ നിൽക്കണം, ജയിക്കണം, പിന്നെ MLA ആകണം. വേണ്ട, കല്യാണം കഴിക്കണമെന്നില്ല കുട്ടികളുണ്ടാവും. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. അയ്യോ, പേടിക്കണ്ട, അതാ ജാനുവിന്റെ ബാധയാ. അവളെന്തിനാ ഇവിടെ കറങ്ങി കിടക്കുന്നേ? ആ 5 ഏക്കർ ഭൂമി പതിച്ചേരണോന്നും പറഞ്ഞ് ആ ബാധ ഇപ്പോഴും സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തെ കുടില് കെട്ടാൻ സ്ഥലവും നോക്കി കറങ്ങി നടക്കുക. മോളെ പപ്പിക്കുട്ടി, എന്താ അച്ഛാ? നേരം സന്ധ്യയായി. KTDCയിൽ വിളക്ക് തിളയ്ക്കൂ. ശരി അച്ഛാ. എടോ, തനിക്ക് പ്രേതത്തിലൊന്നും വിശ്വാസമില്ലേ? താൻ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാടോ മറ്റു പിശാചുക്കളെ പേടിക്കുന്നത്? തൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായില്ലോ, അയാളിതെവിടെ പോയി കിടക്കുക? ആവോ, ആ ബാധ എവിടെ പോയി കിടക്കുകയാണാവോ? അടുക്കരുത്, അടുക്കരുത്. താനായിരുന്നോ? താൻ എന്തിനാണോ കുറിച്ച് ഞങ്ങളെ പേടിപ്പിക്കണത്? എന്റെ നേരെ കുറച്ച പട്ടിയെ അതിലും ഉറക്കെ കുറച്ചു ഞാൻ ഓടിച്ചു. താൻ എന്തിനാടോ കുരച്ചത്? തൻ്റെ മോന്താങ്ങാനും ആ പട്ടി നേരെ ചൊവ്വേ കണ്ടിരുന്നെങ്കിൽ ആ പട്ടി പേടിച്ച് പനി പിടിച്ച് ചത്തേനെ. വെറുതെ എന്നെ കൊണ്ട് മുഖം കറുപ്പിച്ച് സംസാരിപ്പിക്കരുത്. ഈ മുഖം ഇതിൽ കൂടുതൽ കറുത്താൽ അതെന്ത് കളറായിരിക്കും എന്റെ ഗുരുവായൂരപ്പാ. റൈറ്റ്. എടോ, ആദ്യം തന്നെ മസിൽ പിടുത്തു ഒന്ന് അവസാനിപ്പിക്ക്. അത് തന്നെ, ഇത് ഏതാണ്ട് തമിഴല്ലോറിയുടെ മുമ്പിൽ തവള മസില് പിടിക്കണ പോലെയാണ്. കഷത്തിനാ ഇഷ്ടെടുത്ത് കളറോ? പിന്നെയും വലിച്ചു കയറ്റാണ്. എങ്ങനെ ഈ നാട്ടിൽ അന്തരീക്ഷ മലിനീകരണം ഇല്ലാതിരിക്കും? ഉള്ള ശുദ്ധവായു മൊത്തം ഇങ്ങേര് വലിച്ചു കയറ്റി പിടിച്ചിരിക്കുകയാണ്. എടോ അച്ചുമാമ, താൻ ഇത്രയും കാലമായിട്ടൊന്നും മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ എങ്ങനെ മുഖ്യമന്ത്രിയാകും? ഞാൻ ജയിക്കുമ്പോൾ പാർട്ടി തോക്കും, പാർട്ടി ജയിക്കുമ്പോൾ ഞാൻ തോൽക്കും. പിന്നെ ഞാൻ എങ്ങനെ മുഖ്യമന്ത്രിയാകും? അത്തിക്ക പഴുക്കുമ്പോ കാക്കക്ക് വായ്പുണ്ണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇയാളുടെ കാര്യം. പക്ഷേ എവരിഡോ ഹാസ് എ ഡേ. എന്ന് വെച്ചാൽ ഏത് പട്ടിക്കൊരു ദിവസം ഉണ്ടെന്ന്. അത് ശരിയാ. പക്ഷെ ആ ദിവസം വരുമ്പോ പഞ്ചായത്തിൽ നിന്ന് പട്ടിപിടുത്തക്കാർ വന്ന് ആ പട്ടിയെ പിടിച്ചോണ്ട് പോകാതിരുന്നാ മതി. സർക്കാർ നീതി പാലിക്കുക, വൈദ്യുതി ചാർജ് കുറയ്ക്കുക. ആ കേട്ടില്ലേ, ആത്മാക്കളുടെ ശബ്ദമാ. എടോ അച്ചുമാമ, തനിക്ക് പ്രേതത്തിനൊന്നും പേടിയില്ലേ? പ്രേതം വന്നാൽ ഞാൻ കുരിശെടുത്തു പിടിക്കും. അതിന് കുരിശെവിടെ? തന്നെ ഞാൻ എടുത്തു വട്ടം പിടിച്ചാ പോരെ, കുരിശായില്ലേ? നിങ്ങൾ അതും ഇതും പറഞ്ഞ് സമയം കളയാതെ മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ഈ ബാധയെ ഒഴിപ്പിക്കാനുള്ള പണി നോക്ക്. ബാധയെ ഒഴിപ്പിക്കാൻ സമർത്ഥനായ ഒരു മന്ത്രവാദിയെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആരാണോ ഈ മന്ത്രവാദി? മറ്റാരുമല്ല, മേൽപ്പത്തൂർ മേപ്പാടൻ. അയാളെ കൊണ്ട് വല്ലതും നടക്കുവോ? അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ദേഹത്തുകൂടിയ മോണിക്ക എന്ന് പറയുന്ന ബാധയെ ഒഴിപ്പിച്ചതാരാ? ആരാ? ഈ മേപ്പാടൻ. ഈ മേപ്പാടൻ ഇന്നെങ്ങാനും കെട്ടിയെടുക്കോടോ? ദാ വരുന്നു മേൽപ്പത്തൂർ മേപ്പാടൻ. ഇതാണല്ലേ ബാധ? ഈ ബാധയല്ലടോ, അകത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ബാധയെയാണ് ഒഴിപ്പിക്കേണ്ടത്. മനസ്സിലായി. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവം വിഘ്നോപശാന്തേ. ഓം കാളി മഹാകാളി ഭദ്രകാളി അക്കാളി ഇക്കാളി തക്കാളി. അരികുരുവെ പ്രതികടമേ ചെകിടമേ കണ്ടംപൂച്ചി അച്ഛയും മക്കളും വേലിക്ക് പുറത്ത് സ്വാഹ. വാത്സ്യാരമ്മ എത്തി നോക്കി ചട്ടകം തൊട്ടുനക്കി സ്വാഹ. ഓം താടി വാലക്കാര കൊമ്പം വീശക്കാര കാഷായ വേഷക്കാര ഞാൻ വരച്ച വരയിൽ വന്നില്ലെങ്കിൽ കരിങ്കോഴിയുടെ ചങ്കും കരലും തുറന്നെടുത്ത് ഞാൻ പഠിക്കാത്ത മന്ത്രങ്ങൾ ചൊല്ലി ചുട്ട കോഴിയെ തീറ്റിക്കും ഞാൻ സ്വാഹ. എടുത്താൻ പഴഞ്ചൊല്ലി പറഞ്ഞു കളിക്കാതെ ബാധ ഒഴിപ്പിക്കാൻ നോക്കേ. എങ്കിൽ ഞാൻ കബഡി കളിച്ചു നോക്കാം. അല്ല, കബഡി നിരത്തി നോക്കാം. എന്നെ കാണുമ്പോ തെരുവറിയുന്ന എന്റെ വല്യച്ഛ, എന്റെ പെങ്ങളെ ഒളിച്ചോടി പോയ കാളി. പ്രശ്നമാണ്, നിയമസഭയിലുള്ളവർക്ക് ഇത് ശനി ദശയാണ്.
ഐ ഗ്രൂപ്പിന് 7.5 ശനിയും എ ഗ്രൂപ്പിന് കണ്ടക ശനിയുമാണ്. ആയതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇത് ശുക്രദശയാണ്. കറക്റ്റാണ്. അകത്ത് മുഖ്യമന്ത്രി കസേരയിൽ കൂടിയിരിക്കുന്ന ബാധയെ ചില്ലറക്കാരനല്ല, പിന്നെ പണക്കാരനാണോ? 5 വർഷത്തേക്ക് കൂടിയിരിക്കുന്ന ബാധയാണ്. എങ്ങനെയെങ്കിലും ഈ ബാധയൊന്ന് ഒഴിപ്പിക്കണം. എല്ലാം ഞാൻ ഏറ്റു. ഞാൻ പറയുന്ന മന്ത്രങ്ങൾ നിങ്ങൾ ഏറ്റു ചൊല്ലണം. മന്ത്രോച്ചാരണം ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ അകത്ത് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ബാധ പൂർവാധികം ശക്തി പ്രാപിക്കും. എന്റെ അമ്മോ! ഈ ബാധയെ മന്ത്രവാദക്കളത്തിൽ എത്തിക്കാൻ എനിക്ക് ലീഡറുടെ സഹായം വേണം. ഞാൻ തയ്യാർ. കാരണം ശത്രുവിനെ കാണുമ്പോൾ ബാധ പാഞ്ഞു വരും. വരാന്ന് പറഞ്ഞിട്ട് ബാധ വരാതിരിക്കരുത്. വരാതിരുന്നാലോ എന്റെ പരാതി തീരൂല. ഇനി സമയം കളയാനില്ല. മന്ത്രോച്ചാരണങ്ങൾ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യാൻ പിടിക്കുന്നത് പോലെ കൈ നീട്ടിപ്പിടിക്കൂ. പിടിച്ച്. ഇത് പിരിവിന് പോകുമ്പോ കൈ പിടിക്കും പോലെ പിടിക്കാതെ തിരിച്ചു പിടിക്കൂ. തിരിച്ചു പിടിച്ച്. ഓം മന്ത്രി കസേരയായ നമഃ. ഓം മന്ത്രി കസേരയായ നമഃ. ഓം പാരവെപ്പായ നമഃ. ഓം പാരവെപ്പായ നമഃ. ഓം കാലുവാരലായ നമഃ. ഓം കാലുവാരലായ നമഃ. ഇനി ആ കയ്യിലിരിക്കുന്ന ആ ഉലുവ കുറച്ച് ഹോമകുണ്ടത്തിലേക്ക് ഇട്ടോളൂ. അതേ ഇട്ട്. ഇനി ലീഡറുടെ കയ്യിലുള്ള പാമോയിൽ കുറച്ചങ്ങോട്ട് ഒഴിച്ചോളൂ. 1/2 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്, അത് മതിയോ? ഇനി അച്ചുമാമന്റെ കയ്യിൽ വെട്ടിനിർത്തിയ മരത്തിന്റെ കൊമ്പോ വേരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടോളൂ. ഇട്ടു. ഏറ്റു ഏറ്റു. ഇനി എല്ലാവരും മുഖ്യമന്ത്രി കസേര മനസ്സിൽ ധ്യാനിച്ച് അവരവരുടെ തെരഞ്ഞെടുപ്പ് പത്രിക കീറി ഈ ഹോമകുണ്ടത്തിലേക്ക് ഇട്ടോളൂ. ബാധ പൂർവാധികം ശക്തി പ്രാപിച്ചു കഴിഞ്ഞു. ഇരിക്കാനാ പറഞ്ഞത്? എന്നെ പേടിപ്പിക്കണോ? ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്? ഈ ബാധ എന്താണോ ഒന്നും മിണ്ടാത്തത്? ഇതാണ് ഈ ബാധയുടെ ഏറ്റവും വലിയ കുഴപ്പം. ആരെന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും വളരെ പൈശാചികമായും മൃഗീയമായും പറയുന്നു. 5 വർഷം തികയാതെ ഞാൻ ഈ കസേരയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല. ഓഹോ, എന്നാൽ ഇന്നാ പിടിച്ചോ. ഒഴിഞ്ഞു പോകാൻ വിടമാട്ടെ, എന്നെ ഭരിക്ക വിടമാട്ടെ. എന്നേക്ക് ഏപ്രിൽ 1 ദുർഗാഷ്ടമി ചാരായം നിർത്തിയ മാതിരി நான் உங்களை எல்லாம் இந்த நாட்டில் നിന്ന് തുരത്തി വിടുവേ. ഒഴിഞ്ഞു പോകാൻ ഇല്ല ഇല്ല, ആരെന്തൊക്കെ പറഞ്ഞാലും இந்த സെക്രട്ടേറിയറ്റ് இல்லம் വിട്ട് ഞാൻ പോക முடியாது. ഒഴിഞ്ഞു പോകാൻ എന്തു വേണം? വളരെ പൈശാചികമായും വളരെ മൃഗീയവുമായി എനിക്ക് ചോര വേണം. ഈ നയൻജിയുടെ ചോര മതിയോ? എന്റെ കർത്താവേ, അത് കുടിച്ചാൽ ഞാൻ കോമഡി പറഞ്ഞ് ചാകും. എങ്കിൽ ഈ അച്ചുമ്മാവന്റെ ചോര തരട്ടെ. വേണ്ട, എനിക്ക് മസിൽ പിടിച്ച് ശ്വാസം മുട്ടി മരിക്കാൻ വയ്യ. പിന്നെ ആരുടെ ചോര വേണം? എനിക്ക് ഇങ്ങേരുടെ എന്റെ ഗുരുനാഥന്റെ ചോര വേണം. ഞാൻ തരില്ല. തരമാട്ടെ. ലീഡറെ, என் கூட நடந்து என்னுடைய எல்லாம் என்று நடித்து எனக்காக பார வைத்து என் சோரை ஊட்டி கொடுத்த லீடரே, விடமாட்டேன், உன்னை நான் விடமாட்டேன். അയ്യോ അയ്യോ, പാല് കൊടുത്ത കഴിക്കുന്നേ തിരിച്ചു കഴിക്കണേ. ഓടിവായോ. പേടിക്കണ്ട, അടിച്ചാലും മുറിയില്ല. അത്രക്ക് തൊലിക്കട്ടിയ. ബാധ വിട്ടുമാറി. പിടിച്ചോ, ഇനി എഴുന്നേൽപ്പിച്ചോളൂ. എഴുന്നേക്കടോ എന്തപ്പാ? അല്ല, ഞാനിത് എവിടെ? എനിക്കൊരു പിടിയും കിട്ടില്ലല്ല. അച്ചുമാവ, ഞാനിത് എവിടെ? കോമഡിയമ്മ, എനിക്കൊരു പിടിയും കിട്ടില്ലല്ല. എടോ അൻ്റപ്പ, തനിക്ക് 2 വർഷമായിട്ട് മുഖ്യമന്ത്രിയുടെ ബാധ കൂടിയിരിക്കുകയായിരുന്നു. ആ ബാധ ഒഴിപ്പിച്ചത് ഈ മേപ്പാടാണ്. മനസ്സിലായി, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. കഴിഞ്ഞ 2 വർഷമായിട്ട് മനസ്സമാധാനം എന്താണെന്ന് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴെങ്കിലും കുറച്ച് മനസ്സമാധാനം കിട്ടിയല്ലോ. മനസ്സമാധാനം കിട്ടി. പക്ഷേ ഇതിങ്ങളുടെയൊക്കെ മുഖം കണ്ടപ്പോൾ ഉള്ള മനസ്സമാധാനം വീണ്ടും പോയില്ലേ. പിന്നെ ആരും അങ്ങോട്ട് സമാധാനിക്കണ്ട. ഒഴിഞ്ഞുപോയ ബാധ ഈ പരിസരത്തുള്ള ആരുടെയെങ്കിലും ദേഹത്ത് കൂടാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. അയ്യോ, എന്താണോ, എന്തു പറ്റി? ഞാനിവിടെ കുന്തം പോലെ നിന്നിട്ട് എന്റെ ദേഹത്തു കയറാതെ പോയല്ലോ. മനസാക്ഷിയില്ലാത്ത ബാധ.
അയ്യോ ദേ ഒഴിഞ്ഞു പോയ ബാധ പപ്പിക്കുട്ടിയുടെ ദേഹത്തു കൂടിയേ. നോക്കി നിൽക്കാതെ ആ ബാധയെ ഒഴിപ്പിച്ച് എന്റെ ദേഹത്തു കയറ്റൂ. ഞാൻ ആ മുഖ്യമന്ത്രി കസേരയിൽ ഒന്നിരിക്കട്ടെ. ഞാൻ ഈ ജന്മം മുഴുവൻ മന്ത്രവാദം ചെയ്താലും ഈ ബാധ ആ ദേഹത്ത് കയറുമെന്ന് തോന്നുന്നില്ല. ഒഴിഞ്ഞു പോകാൻ ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. തൊട്ടു പോകരുത് അവളെ. അതെന്താടോ? അവളുടെ ശരീരത്തിൽ കൂടി ആ ബാധ ഒഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ആ കസേരയിൽ തന്നെ ഇരിക്കട്ടെ. അതെന്തിനാണാവോ? അവൾ ആ കസേരയിൽ ഇരുന്നാലും ഭരണം നടത്തുന്നത് ഞാനായിരിക്കും. അല്ലേ പപ്പിക്കുട്ടി? പിന്നെ അതങ്ങ് പരമന പള്ളിയെ പോയി ചൊല്ലിയാ മതി. ഇത് ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. ഗുരുവായൂരപ്പാ, ഇവളെന്താണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അതങ്ങനെ വരൂ. അണ്ണാൻ കുഞ്ഞിനെ മരം കേറാൻ പഠിപ്പിക്കണോ?